Hello and welcome back. The next topic of anatomy, that is muscles and some membranes. Okay, let's start with muscles today. Muscle is a contracted tissue which brings movements to the body. There are three types of muscles. So contract ചെയ്യുന്ന രീതിയിലുള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ മസിൽസ് എന്ന് പറയുന്നത്. അത് ടോട്ടലായിട്ട് 3 ടൈപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. സോ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് സ്കെലറ്റൽ മസിൽ. ടു ദ നോട്ട്സ്. സ്കെലറ്റൽ മസിൽസ് ആർ സ്ട്രൈറ്റഡ് ആൻഡ് വോളണ്ടറി. ഈ പോയിന്റ്സ് തീർച്ചയായിട്ടും ഓർമ്മിച്ചിരിക്കുക. സ്കെലറ്റൽ മസിൽ എന്ന് പറയുന്നത് സ്ട്രൈറ്റഡും അതുപോലെ തന്നെ വോളണ്ടറിയും ആയിരിക്കും. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രൈപ്സ് പോലെ സ്ട്രൈറ്റഡും അതുപോലെ തന്നെ വോളണ്ടറിയും ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള മസിൽസ് ഒക്കെ സ്കെലറ്റൽ മസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ അനക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മസിൽസ് അനക്കാനായിട്ട് പറ്റും. സോ വി ക്യാൻ മൂവ് ദീസ് മസിൽസ്. ഇൻവോളണ്ടറി ആയിട്ട് അവർ സ്വന്തമായിട്ട് നീങ്ങില്ല, നമ്മൾ അനക്കിയാൽ മാത്രമേ അത് വോളണ്ടറി ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് അബണ്ടന്റ് മസിൽ ദാറ്റ് ആർ ഫോംഡ് അറ്റാച്ച്ഡ് ടു ദ സ്കെലറ്റൽ സിസ്റ്റം. സ്കെലറ്റൽ സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ആണ് ഈ ഒരു സ്കെലറ്റൽ മസിൽ. ഈച്ച് മസിൽ ഫൈബർ ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട് ഈ ഒരു സ്കെലറ്റൽ മസിൽസിൽ. അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ സെൽ ആണ്. സിലിണ്ട്രിക്കൽ സെൽ ആൻഡ് ഷോസ് സ്ട്രയേഷൻസ് കാണിക്കും. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സെൽസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് മെയിൻ ആയിട്ട് പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ദിസ് മസിൽ ഫൈബർ. അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മയോ ഫൈബ്രിൽസ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു സ്കെലറ്റൽ മസിലിന്റെ ഈ ഒരു പാർട്ട് എടുക്കുകയാണെങ്കിൽ മയോ ഫൈബ്രിൽസ്, ഇതാണ് മയോ ഫൈബ്രിൽസ്. ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് മയോ ഫൈബ്രിൽസ്. കുറെ മയോ ഫൈബ്രിൽസിനെ ഒരുമിച്ച് പിടിച്ചു വച്ചിരിക്കുന്നത് സാർക്കോലെമ വെച്ചിട്ടാണ്. സാർക്കോലെമ എന്ന് പറയുന്ന ഒരു ഔട്ടർ മെംബ്രെയിൻ കൊണ്ടാണ് ഒരുപാട് മയോ ഫൈബ്രിൽസിനെ ഒരുമിച്ച് പിടിച്ചു വച്ചിരിക്കുന്നത്. ഈ ഓരോ മയോ ഫൈബ്രിൽസിന്റെ ഇടയ്ക്കും നമ്മുടെ സൈറ്റോപ്ലാസം പോലെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രസന്റ് ആണ്. അതിനെയാണ് നമ്മൾ സാർക്കോപ്ലാസം എന്ന് പറയുന്നത്. സോ മയോ ഫൈബ്രിൽസ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. മയോ ഫൈബ്രിൽസിനെ ഒരുമിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മെംബ്രെയിൻ ആണ് സാർക്കോലെമ. ദ ഫ്ലൂയിഡ് മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദിസ് മയോ ഫൈബ്രിൽസ് ആർ നോൺ ആസ് സാർക്കോപ്ലാസം. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു ഡാർക്ക്, പിന്നെ ഇതൊരു ലൈറ്റ്, പിന്നെ ഒരു ഡാർക്ക്, പിന്നെ ഏതോ ഒരു ലൈൻ, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് സ്ട്രയേഷൻസ് കാണാം. വര പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു യൂണിറ്റിന് പറയുന്നതാണ് മസിൽ ഫൈബർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഫർദർ ഉള്ള നോട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ബാക്ക് ടു ദ നോട്ട്സ്. The outer membrane of the muscle fiber is called sarcolemma. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഏറ്റവും outer membrane is known as sarcolemma and its cytoplasm is called as sarcoplasm. Sarcoplasm എന്നാണ് പറയുന്നത്. Each myofibril shows alternate dark and light bands. Alternate ആയിട്ട് ഡാർക്കും ലൈറ്റും ബാൻഡുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ട്രക്ചറിൽ. അപ്പോൾ ഈ ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് എ ബാൻഡ് എന്നും അതുപോലെ തന്നെ ലൈറ്റ് ബാൻഡിനെ നമ്മൾ ഐ ബാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിലേക്ക് അടുത്ത് പോകാം. ഈ ഒരു സ്ട്രയേഷൻസ് എന്താണ്, എ ബാൻഡ് എന്താണ്, ഐ ബാൻഡ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദൂരയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഈ ഒരു സ്കെലറ്റൽ മസിലിന്റെ സ്ട്രക്ചർ. നോട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇപ്പൊ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത് ആക്റ്റിൻ ഫിലമെന്റ്സ് ആയിട്ട് എടുക്കുക. അതേപോലെ ബ്ലൂ എന്ന് പറയുന്നത് മയോസിൻ ഫിലമെന്റ്സ് ആണ്. ആക്റ്റിൻ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് തിൻ ഫിലമെന്റും മയോസിൻ ഫിലമെന്റ് തിക്ക് ഫിലമെന്റ്സും ആണ്. അപ്പോൾ ഈ റെഡ് ആണ് നമ്മുടെ ഇപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ്സ്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു ബ്ലൂ കളറുള്ള മയോസിൻ ഫൈബേഴ്സ് ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ നടുക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരയിൽ നിന്നൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ നല്ല ഡാർക്ക് ആയിരിക്കും. ബിക്കോസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഓവർലാപ്പ് ഈച്ച് അതർ. അവർ രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നല്ല ഡാർക്ക് ആയിട്ടായിരിക്കും നമ്മൾ കാണുക. അതേപോലെ ഈ ഒരു ഏരിയ, ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഒരു ഏരിയ നല്ല ഡാർക്ക് ആയിട്ടായിരിക്കും നമ്മൾ കാണുക. ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് എ ബാൻഡ്. ഈ ഡാർക്ക് ആയിട്ടുള്ള ഏരിയനെ പറയുന്ന പേരാണ് എ ബാൻഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റ് ഇവിടെ എ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്, അടുത്ത എ ബാൻഡ്. അതുപോലെ ഇവിടെ അടുത്ത എ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് എ ബാൻഡിന്റെ ഇടയിലായിട്ട് ഈ ഒരു ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമുള്ള ഒരു ഏരിയ കണ്ടോ. ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ മയോസിന്റെ ആ ഒരു ബ്ലൂ കളർ ഇല്ല. മയോസിന്റെ ബ്ലൂ കളർ ഇല്ലാതെ ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമുള്ള ഏരിയ, ആ ഒരു ഏരിയ പറയുന്നതാണ് ഐ ബാൻഡ്. An area where the myosin filaments do not overlap the actin filaments. Only actin filaments are present. This area is known as I band. അതിനെയാണ് നമ്മൾ I band എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെയും ഉണ്ട് I band. അടുത്ത സെഗ്മെന്റ് ആയിട്ട് I band ഉണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ there is a particular area here in the middle. ഈ മിഡിലായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ആക്റ്റിൻ ഫിലമെന്റ്സ് ആർ നോട്ട് പ്രസന്റ്. ഓൺലി മയോസിൻ ഫിലമെന്റ്സ് ആർ പ്രസന്റ്, ക്രിയേറ്റിംഗ് അനദർ ലൈറ്റ് ബാൻഡ്. മയോസിൻ ഫിലമെന്റ് മാത്രമായിട്ട് വേറൊരു ലൈറ്റ് സെഗ്മെന്റും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ് സെഗ്മെന്റും കൂടെ അത് ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എം ലൈൻ എന്നോ അല്ലെങ്കിൽ ഈ ഒരു സോണിനെ നമ്മൾ എച്ച് സോൺ എന്നോ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് നമുക്ക് രണ്ട് ലൈറ്റ് ഫിലമെന്റ്സിനെ കാണാൻ പറ്റും. ഒന്ന് ഐ ബാൻഡും ലൈറ്റ് ആണ്, അതേപോലെ എം ലൈൻ അഥവാ എച്ച് സോണും ലൈറ്റ് ആണ്. ഓക്കെ,
അടുത്തതായിട്ട് ആക്റ്റിനും മയോസിനും ഫിലമെന്റ്സ് ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഡാർക്ക് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു 2 ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ മിഡിലായിട്ട് കാണുന്ന ഏരിയ ഇവിടെ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ്സ് ബ്രേക്ക് ആവുകയാണ്, എന്നിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഇവിടെ ഫോം ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെയും ആക്റ്റിൻ ഫിലമെന്റ്സ് ഇവിടെ ബ്രേക്ക് ആയിട്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് സാർക്കോമിയർ. ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിൽ പറയുന്നതാണ് സാർക്കോമിയർ എന്നുള്ളത്. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം ഏകദേശം എല്ലാം കിട്ടി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോട്ടിലേക്ക് പോകാം. ബാക്ക് ടു ദ നോട്ട്സ്. Each myofibril has 2 protein filaments. ഓരോ മയോഫൈബ്രിലും 2 പ്രോട്ടീൻ ഫിലമെന്റ്സ് ഉണ്ട്. അതാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പ്രോട്ടീൻ ഫിലമെന്റ്സ് ഉണ്ട്, ആക്റ്റിൻ ആൻഡ് മയോസിൻ. നെക്സ്റ്റ്, ഡാർക്ക് ബാൻഡ് ഇൻ ദ ഏരിയ ഈസ് ദ ഏരിയ വേർ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഓവർലാപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നത് ആക്റ്റിനും മയോസിൻ ഫിലമെന്റ്സും ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ആണ്. ഓൺലി ആക്റ്റിൻ ഫിലമെന്റ്സ് ഒക്കുപ്പൈ ദ ലൈറ്റ് ബാൻഡ് അഥവാ ഐ ബാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമായിട്ടും ഒക്കുപ്പൈ ചെയ്യുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ഡാർക്ക് ബാൻഡ് ദർ ഇസ് എ ലൈറ്റ് ബാൻഡ്. മിഡിൽ ഓഫ് ഡാർക്ക് ബാൻഡിലും ഒരു ലൈറ്റ് ബാൻഡ് ഉണ്ട്, അതാണ് എച്ച് ബാൻഡ് അല്ലെങ്കിൽ എച്ച് സോൺ അങ്ങനെയൊക്കെ പറയാം. ആൻഡ് ഹിയർ ദർ ഇസ് നോ ആക്റ്റിൻ ഫിലമെന്റ്സ്. ആക്റ്റിൻ ഫിലമെന്റ്സ് ഇവിടെ പ്രസന്റ് അല്ല. ഇൻ ദ മിഡിൽ ഓഫ് ദ ഐ ബാൻഡ് ദർ ഇസ് എൻ ഇസഡ് ലൈൻ. ആ ഒരു മിഡിലായിട്ട് ഒരു ഇസഡ് ലൈൻ ഉണ്ട്. സി ഹിയർ മിഡിലായിട്ട് ഈ ഒരു ഇസഡ് ലൈൻ, രണ്ടിന്റെയും ഗ്യാപ്പിലായിട്ട് ആ യെല്ലോയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇസഡ് ലൈൻ പ്രസന്റ് ആണ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഐ ബാൻഡ്. 2 ഐ ബാൻഡുകളുടെ ഇടയിലായിട്ട് ഉള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ ഇസഡ് ലൈൻ എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് ദ മയോഫൈബ്രിൽ ബിറ്റ്വീൻ 2 ഇസഡ് ലൈൻസ് ഈസ് നോൺ ആസ് സാർക്കോമിയർ. ആ ഒരു സെഗ്മെന്റിനെ പറയുന്ന പേരാണ് സാർക്കോമിയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആക്റ്റിൻ ആൻഡ് മയോസിൻ വരയ്ക്കാം. ഡിഫറെന്റ് കളേഴ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ചെയ്തോ എങ്ങാനും നമുക്ക് കോളമായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ആക്റ്റിൻ ഫിലമെന്റ്സ്, അതുപോലെ അതിന്റെ മിഡിലായിട്ട് മയോസിൻ ഫിലമെന്റ്സ്, ഈ 2 കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ഡാർക്ക് ബാൻഡ്, ഇവിടെ ഓവർലാപ്പ് ചെയ്യാത്ത ഇവിടെ എച്ച് സോൺ അഥവാ ലൈറ്റ് ബാൻഡ്, ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഡസന്റ് ഓവർലാപ്പ് ആൻഡ് ദാറ്റ് ഇസ് ലൈറ്റ് ബാൻഡ്. അതുപോലെ തന്നെ ഇതിന്റെ മിഡിലായിട്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ക്രിസ് ക്രോസ് ആയിട്ട് നമുക്ക് ഒരു സെഗ്മെന്റ് കൊടുക്കാം ഫോർ എച്ച് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സാർക്കോമിയർ നമ്മൾ എക്സാമിനൊക്കെ ഒരു സ്ട്രക്ചർ ആയിട്ട് ചോദിക്കുമ്പോൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ട്രയേഷൻസ് ഉണ്ടാകുന്നത്. ഡാർക്കായി ലൈറ്റായി ഇങ്ങനെയാണ് ഈ ഒരു സ്കെലിറ്റൽ മസിൽസിൽ സ്ട്രയേഷൻസ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. When we are moving to the structure, this is the proper structure of skeletal muscle. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാൻ പറ്റുന്നവർ വരച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിർബന്ധമൊന്നുമില്ല. ബട്ട് സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പിക്ചർ വരയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഡയഗ്രാം സീരീസിൽ ഞാൻ എങ്ങനെയാണ് ഈ പിക്ചർ വരയ്ക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്, ഞാനത് പിൻ ചെയ്തേക്കാം. സോ മൂവിംഗ് ടു ദ സ്ട്രക്ചർ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചറിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. സീ ദിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ മസിൽ ഫൈബർ, ഈ ഒരു നോട്ടിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഇസ് മസിൽ ഫൈബർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് മസിൽ ഫൈബർ. ഈ മസിൽ ഫൈബറിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? മയോഫൈബ്രിൽസ് ഉണ്ട്. ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ മയോഫൈബ്രിൽസിനെയൊക്കെ കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുമ്പോഴത്തേക്കും ദാറ്റ് ഫോംസ് മസിൽ ഫൈബർ. അത് മസിൽ ഫൈബർ ഫോം ചെയ്യും. കുറേ മസിൽ ഫൈബേഴ്സിനെ ഒരുമിച്ച് പിടിച്ച് വെച്ചിരിക്കുമ്പോൾ അത് ഫാസിക്കിൾ ആവും. സീരിയസ് ഫാസിക്കിൾ ആവും. അതേപോലെ ഒരുപാട് ഫാസിക്കിളിനെ ഒരുമിച്ച് പിടിച്ച് വച്ചിരിക്കുന്നത് പെരിമൈസിയം ആണ്. പെരിമൈസിയം. ഓക്കെ, ഇനി പെരിമൈസിയത്തിനെ ഒരുമിച്ച് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്നത് എപ്പിമൈസിയം ആണ്. സോ റിമെമ്പർ ദീസ് വേർഡ്സ്. ഓക്കെ, myofibrils for muscle fiber, and then fascicles, and then perimysium, and then epimysium. Okay, ഈ ഒരു ഫാസിക്കിൾസ്, കുറെ ഫാസിക്കിൾസിന്റെ ഇടയിലായിട്ടുള്ള ആ ഒരു സ്പേസിന് നമ്മൾ പറയുന്ന കവർ ചെയ്യുന്ന ആ ഒരു സ്പേസിന് പറയുന്നതാണ് എൻഡോമൈസിയം എന്നുള്ളത്. Now let's move on to the note. നോട്ടിലേക്ക് പോവാം. Skeletal muscle is composed of numerous elongated cells called muscle fibers. Muscle fibers വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. These fibers are arranged in bundles. ഈ muscle fibers എല്ലാം ഒരു ബണ്ടിൽ പോലെ പിടിച്ചു വെച്ചിരിക്കുന്നത്, and that is known as fascicles. Each fiber is surrounded by a loose connective tissue sheath. അപ്പോൾ ഈ ഒരു ഫാസിക്കിൾസിന്റെ ഒക്കെ ചുറ്റും ലൂസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിന് പറയുന്ന പേരാണ് എൻഡോമൈസിയം. അപ്പോൾ ഈ ഫാസിക്കിൾസിനെ എല്ലാത്തെയും കൂടെ കവർ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രോങ്ങർ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് ഈസ് നോൺ ആസ് പെരിമൈസിയം. ദ ഹോൾ മസിൽ ഈസ് എൻവലപ്ഡ് ബൈ എ ടഫ് കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കോൾഡ് എപ്പിമൈസിയം. മൊത്തത്തിൽ എല്ലാം കൂടെ കവർ ചെയ്തിരിക്കുന്നത് എപ്പിമൈസിയം. സോ ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ആദ്യം നമുക്ക് മയോഫൈബ്രിൽസ് ഉണ്ട് കേട്ടോ. മയോഫൈബ്രിൽസ് ഒരുമിച്ച് മസിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും, അതൊരുമിച്ച് ഫാസിക്കിൾസ് ഫോം ചെയ്യും, അതൊരുമിച്ച് പെരിമൈസിയം ഫോം ചെയ്യും, അത് ഒരുമിച്ച് വെളിയിൽ കവർ ചെയ്തിരിക്കുന്നത് എപ്പിമൈസിയം. അതിന്റെ ഇടയിലായിട്ട് ഫാസിക്കിൾസിന്റെ വെളിയിലായിട്ടിരിക്കുന്ന കുറച്ച് ലൂസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂവിന് പറയുന്ന പേരാണ് എൻഡോമൈസിയം. സോ വേർഡ്സ് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ആൻഡ് ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽ. ഇനി നമുക്ക് അടുത്ത മസിലേക്ക് പോവാം. ഇറ്റ് ഇസ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള മസിൽസ് ആണ്. ഇതുപോലെ കോംപ്ലിക്കേഷൻസോ സ്ട്രയേഷൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, ഈസി ആയിട്ടുള്ള ഒരു മസിലാണ്. ദേ ഡു നോട്ട് ഷോ സ്ട്രയേഷൻസ് ഒന്നും അത്രയും സ്ട്രയേഷൻസ് നമ്മുടെ സ്കെലിറ്റൽ മസിൽ ഉള്ളതുപോലെ ഇതിനകത്ത് ഇല്ല. ഓക്കെ, ആൻഡ്
are smooth in form, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. They are formed in a walls of viscera and blood vessels. blood vesselsഉം വിസറയും ഒക്കെ കൂടെ ഉള്ള വാൾസിലൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത് കോമൺ ആയിട്ട്. These muscles respond slowly to stimuli, being capable of sustained contraction. നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺട്രാക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു മസിൽസ് സ്ലോ ആയിട്ടായിരിക്കും വല്ല സ്റ്റിമുലസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. Therefore, do not fatigue easily. Each muscle fiber is an elongated spindle ഷേപ്ഡ് സെൽസ്. സ്പിൻഡിൽ ആയിട്ടുള്ള ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും വിത്ത് സിംഗിൾ ന്യൂക്ലിയസ്. ഇതൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, സിംഗിൾ ന്യൂക്ലിയസ് ആയിരിക്കും. ഈ സിംഗിൾ ന്യൂക്ലിയസ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്? സെൻട്രലി ആയിരിക്കും ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതേപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും യൂറോജെനിറ്റൽ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ മസിൽസിലും ഒക്കെ തന്നെ ഈ ടൈപ്പ് മസിൽസിനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്മൂത്ത് മസിൽസ്. അപ്പൊ ഇതാണ് സ്മൂത്ത് മസിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് കാണുക. ബട്ട് നമ്മൾ എക്സാമിന് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ന്യൂക്ലിയസ് സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് മസിൽ, ദാറ്റ് ഇസ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹാർട്ടിന്റെ മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്ന ഒരു മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. കാർഡിയാക് എന്നൊരു വാക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹാർട്ട് ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് നോട്ട്സ്. They form the myocardium of the heart. ഹാർട്ടിന്റെ മയോകാർഡിയം എന്ന് പറയുന്ന ഏരിയ ഫോം ചെയ്യുന്നത് കാർഡിയാക് മസിലാണ്. ദാറ്റ് ഷോസ് സ്ട്രയേഷൻസ്. ഇതിലും സ്ട്രയേഷൻസ് ഉണ്ട്, സ്ട്രയേഷൻസ് പ്രസന്റ് ആണ്, ബട്ട് ആർ ഇൻവോളണ്ടറി ആണ്. നേരത്തെ നമ്മൾ സ്കെൽറ്റൽ മസിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ വോളണ്ടറി ആണെന്ന് പറഞ്ഞു, കാരണം നമുക്ക് തന്നെ നമ്മുടെ സ്കെൽറ്റൽ മസിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ കാർഡിയാക് മസിൽ ഇൻവോളണ്ടറി ആണ്. മീൻസ് നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ മസിലിനെ കൺട്രോൾ ചെയ്യാനോ അതിന്റെ ഹാർട്ടിന്റെ മസിൽസിനെ പ്രത്യേക രീതിയിൽ നമുക്ക് എക്സസൈസ് കൊണ്ടോ അല്ലാതെയോ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദാറ്റ് ഇസ് ഇൻവോളണ്ടറി. ഈച്ച് മസിൽ ഫൈബർ ഹാസ് എ സിംഗിൾ റൗണ്ടഡ് ന്യൂക്ലിയസ് പ്ലേസ്ഡ് സെൻട്രലി. സിംഗിൾ ആയിട്ടുള്ള റൗണ്ട് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഈച്ച് മസിൽ ഫൈബർ ബ്രാഞ്ചസ് ആൻഡ് അനാസ്റ്റമോസിസ്. അപ്പം കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അനാസ്റ്റമോസിസ്. കണക്ട് ആവുന്നു, രണ്ട് മസിൽസിന്റെ ബ്രാഞ്ചുകൾ തമ്മിൽ കണക്ട് ആവുന്നതിനെയാണ് നമ്മൾ അനാസ്റ്റമോസിസ് എന്ന് പറയുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഫർദർ നമ്മുടെ മെഡിക്കലും സർജിക്കലും ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു അനാസ്റ്റമോസിസ് കേൾക്കും. കാരണം രണ്ട് ബോഡി പാർട്സിനെ അങ്ങനെ കണക്ട് ചെയ്യുന്നതോ മാറ്റി വെക്കുന്നോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വാക്ക് കേൾക്കാം. നൈബറിംഗ് ഫൈബേഴ്സ് അറ്റ് ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് മറ്റ് മസിൽ ഫൈബേഴ്സുമായിട്ട് ഇത് അനാസ്റ്റമോസിസ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, മൂവിംഗ് ബാക്ക് ടു ദ പിക്ചർ. അപ്പൊ ഇതാണ് നമ്മുടെ പിക്ചർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. നമ്മുടെ ഡയഗ്രാം സീരീസിൽ പ്രോപ്പർ ആയിട്ട് ഈ മസിൽ എങ്ങനെ വരയ്ക്കാം ഈസി ആയിട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മസിൽ ഫൈബേഴ്സിന്റെ ഡ്രോൺ സ്ട്രക്ചർ. മസിലല്ലോ, കാർഡിയാക് മസിൽസിന്റെ ഡ്രോൺ സ്ട്രക്ചർ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്. സ്ട്രയേഷൻസ് ഉണ്ട്, ഇതിലും ഇതേപോലെ തന്നെ സ്ട്രയേഷൻസ് ഉണ്ട്. സീ ദ പ്ലേസ്മെന്റ് ഓഫ് ദ ന്യൂക്ലിയസ് മിഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ട്, റൗണ്ട് ന്യൂക്ലിയസ് ആണ്. ഇനി മസിൽസിന്റെ കാര്യം ഇതോടെ തീർന്നിട്ടുണ്ട്. 3 മസിൽസ് ആണ് ഉള്ളത്: സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ഇത് മസിലിന്റെ ടോപ്പിക് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചത്. ഈ ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. മെംബ്രെയിൻസ്, ദേ ആർ sheets of epithelial tissue and supporting connective tissue that line many internal structures or cavities. ഒന്നുകിൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കവർ ചെയ്യുന്നത് ഈ ഒരു മെംബ്രെയിൻസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലൈൻ ചെയ്യുന്നതും ഈ ഒരു മെംബ്രെയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ക്യാവിറ്റീസിനെയും ഇത് കവർ ചെയ്യും. സോ ദർ ആർ മെയിൻലി 3 types. 3 types ആണ് മെയിൻലി ഉള്ളത്. ദ ഫസ്റ്റ് ടൈപ്പ് ഇസ് മ്യൂക്കസ് മെംബ്രെയിൻ, serous membrane and synovial membrane. First, let's move to mucous membrane. Mucous membrane എന്ന് പറയുന്നത് otherwise known as mucosa. നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും കൂടുതൽ മ്യൂക്കോസ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നോസിലും അതേപോലെ നമ്മുടെ ഈസോഫാഗസ് ആ ഒരു ഏരിയയിലും ഒക്കെ കവർ ചെയ്തിരിക്കുന്നതാണ് mucous membrane. This is the moist lining of alimentary tract, അതേപോലെ തന്നെ respiratory tract. ഇതൊക്കെ തന്നെ ലൈൻ ചെയ്തിരിക്കുന്ന മോയിസ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് mucous membrane. Some of the epithelial cells of the membrane produce a secretion called mucus. ഈ mucus എന്ന് പറയുന്ന ഒരു secretion ഇത് ഫോം ചെയ്യും. As the cells fill up the mucus, they have the appearance of goblet flat and are known as goblet cells. Goblet cells എന്നും ഇതിനെ നമ്മൾ പറയും. കാരണം ഈ ഒരു സെൽസ് fill up with mucus, സെൽസ് ഈ മ്യൂക്കസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗോബ്ലെറ്റിന്റെ പോലെ ഒരു അപ്പിയറൻസ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്ലാസ്ക് രീതിയിലുള്ള ഒരു അപ്പിയറൻസ് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയും. നമ്മുടെ മെംബ്രെയിന്റെ ലൈനിങ് ഒക്കെ ഡ്രൈ ആയി കീറാതിരിക്കാനും പൊടിഞ്ഞ രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഫ്രം ഡ്രൈയിങ്. മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ ലൈനിങ് മെംബ്രെയിൻ ഫ്രം ഡ്രൈയിങ്. ഓക്കെ, നെക്സ്റ്റ് സെറസ് മെംബ്രെയിനിലേക്ക് പോകാം. സെറസ് മെംബ്രെയിൻ സെക്രീറ്റ് എ സെറസ് വാട്ടറി ഫ്ലൂയിഡ് ആണ് സെറസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് ഡബിൾ ലെയർ ഓഫ് ലൂസ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഉള്ളത്. ഡബിൾ ലെയർ ആണ്. ദ ഔട്ടർ ലെയർ ഈസ് ദ parietal layer which lines the cavity. ഔട്ടർ ലെയറിനെ നമ്മൾ parietal layer എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ക്യാവിറ്റിയെ ലൈൻ ചെയ്യും. ഇന്നർ ലെയർ ഈസ് ദ വിസറൽ ലെയർ. ഇന്നർ ലെയർ വിസറൽ ലെയറും അതേപോലെ തന്നെ ഔട്ടർ ലെയർ parietal ലെയർ. ഇത് നമ്മുടെ ഇതിൽ മാത്രമല്ല, മിക്കവാറും ഉള്ള മെംബ്രെയിൻസ് ഒക്കെ നമ്മൾ ഇനി ഫ്യൂച്ചർ അനാട്ടമിയിൽ ഇനി പഠിക്കുമ്പോഴത്തേക്കും വരും. ഔട്ടർ മെംബ്രെയിൻ ഇസ് parietal ലെയർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഇസ് വിസറൽ ലെയർ. ഓക്കെ, അപ്പൊ ഇന്നർ വിസറൽ ലെയർ
which surrounds the organs with the cavity. Cavityയും ഓർഗൻസും ആയിട്ടൊക്കെ സറൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. The two layers are separated by serous fluid. രണ്ട് ലെയേഴ്സിന്റെയും ഇടയിൽ സെറസ് ഫ്ലൂയിഡ് ഉണ്ട്. സോ ലെറ്റ്സ് സീ, പരേറ്റൽ ലെയർ ആയിക്കോട്ടെ ഇത്, വിസറൽ ലെയർ ആയിക്കോട്ടെ ഇത്. ഓക്കെ, ഇതിന്റെ മിഡിലായിട്ട് സെറസ് ഫ്ലൂയിഡ് കാണും. ഓക്കെ, സോ ഇന്നർ വിസറൽ ലെയർ ആൻഡ് ഔട്ടർ പരേറ്റൽ ലെയർ. ഇതിന്റെ മിഡിലായിട്ട് കാണുന്ന ഈ ഒരു ക്യാവിറ്റിയെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും, സെറസ് ഫ്ലൂയിഡ്. ദർ ആർ 3 sites where the serous membranes are found. കൂടുതലായിട്ടും ഇത് 3 സ്ഥലത്താണ് പഠിക്കുന്നത്. പ്ലൂറ നമ്മുടെ ലങ്സിൽ കാണുന്ന ഏരിയ ആണ്. ലങ്സിന്റെ ഏരിയ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കും വാട്ട് ഇസ് പ്ലൂറ എന്നുള്ളത്. അടുത്തതായിട്ട് പെരികാർഡിയം, അതുപോലെ തന്നെ പെരിറ്റോണിയം. ഈ 3 ഏരിയാസിലാണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 3 ഏരിയ നമ്മൾ ഇനി ഫ്യൂച്ചർ അനാട്ടമിയിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഇന്നർ വിസറൽ ആൻഡ് ഔട്ടർ പെരേറ്റൽ ലെയർ എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, back to the notes. The last one is synovial membrane. It lines the cavity of movable joints. Joints move ചെയ്യുന്ന jointsന്റെ മൂവ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാവിറ്റിയാണ് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അത് ക്യാവിറ്റി മൂവ് ചെയ്യുന്ന നമ്മുടെ ജോയിന്റ്സ്, എൽബോ, ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ നമുക്ക് സൈനോവിയൽ മെംബ്രെയിനെ കാണാൻ പറ്റും. സറൗണ്ട്സ് ടെൻഡൻസ് ദാറ്റ് കുഡ് ബി ഇൻജുർഡ് ബൈ റബ്ബിംഗ് അഗെയിൻസ്റ്റ് ദ ബോൺസ്. 2 ബോണുകൾ, ഇപ്പോൾ നമ്മുടെ കൈ തന്നെ എടുക്കാം. കൈയുടെ ഏറ്റവും മുകളിലുള്ള ഇപ്പോൾ എൽബോ, കൈ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ, ഓക്കെ, ഫ്രം ഹിയർ എൽബോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എൽബോ. ഇവിടെയും ബോൺ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ബോൺ ഉണ്ട്. ഈ 2 ബോൺസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ എൽബോ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ബോൺസ് തമ്മിൽ കൂട്ടി ഒരഞ്ഞൊരഞ്ഞ് ഇഞ്ചുറി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ പ്രസന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് സൈനോവിയൽ മെംബ്രെയിൻ. ഓക്കെ, റിസ്റ്റിന്റെ ജോയിന്റ്സിൽ, അതേപോലെ തന്നെ എൽബോയിൽ ഒക്കെ തന്നെ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റ് സെക്രീറ്റ്സ് ക്ലിയർ ഓയിലി സൈനോവിയൽ ഫ്ലൂയിഡ്. ക്ലിയറും ഓയിലിയും ആയിട്ടുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് ഇത് സെക്രീറ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, വിച്ച് ലൂബ്രിക്കേറ്റ്സ് ആൻഡ് നറിഷസ് ദ ജോയിന്റ്സ്. ഇത് ലൂബ്രിക്കേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ജോയിന്റ്സിനെ നറിഷ് ചെയ്യുകയും ചെയ്യും. ദിസ് ആർ ദ 3 types of membranes. സോ ഇതിൽ നിന്നുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. ഇനി എന്തെങ്കിലും ഏരിയാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണുന്നവരേക്കും ബൈ.